ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ പർദീസ എന്ന വിശേഷണം കാനഡയ്ക്ക് എപ്പോഴുമുണ്ട്. മികച്ച വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, ഉയർന്ന ജീവിത സാഹചര്യം തുടങ്ങി ഇന്ത്യക്കാരെ കാനഡയിലേക്ക് ആകർഷിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിന് ശേഷം പെർമനന്റ് റെസിഡന്റ് ആകാനുള്ള അവസരമുണ്ടെന്നതും മറ്റൊരു പ്രധാന ഘടകം കൂടിയാണ്. ലഭ്യകരമാകുന്ന കണക്കനുസരിച്ച് 13 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് നിലവിൽ കാനഡയിലുള്ളത്. മികച്ച വിദ്യാഭ്യാസവും ഉയർന്ന തൊഴിൽ ലഭ്യതയുമാണ് യുവാക്കളെ കാനഡയിലേക്ക് ആകർഷിക്കുന്നത്. സർക്കാർ സ്വകാര്യ തലങ്ങളിലായി 100-ലധികം സർവകലാശാലകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരം കൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഉയർന്ന റാങ്കിംഗ് സ്വന്തമാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാനഡയിലുള്ളതിനാൽ വിദ്യാർത്ഥികൾ കാനഡ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണമാണ്. USA, UK എന്നീ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസ ചെലവ് കുറവാണെന്നതും യുവാക്കളെ ഈ രാജ്യത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. 2024 റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ മുഴുവൻ സമയ അന്തർദേശീയ ബിരുദ വിദ്യാർത്ഥികൾക്കും ശരാശരി ട്യൂഷൻ ഫീസ് പ്രതിവർഷം 33,51,259 രൂപയോട് അടുത്തു വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ട്യൂഷന് പുറമെ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം, പൊതുജീവിത ചെലവ് എന്നിവയും കണക്കിലെടുക്കണം. ഒരു അധ്യയന വർഷത്തേക്ക് മാത്രമാണ് ട്യൂഷൻ ചെലവ് കണക്കാക്കുന്നത്. കാനഡയിലെ ശരാശരി ബിരുദ പ്രോഗ്രാം 3 മുതൽ 5 വർഷം വരെയാണ്. അതിനാൽ ഒരു ബിരുദ പ്രോഗ്രാമിന്റെ മൊത്തം ചെലവ് അതനുസരിച്ച് കണക്കാക്കുകയും വേണം. 2024 QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ടൊറന്റോ യൂണിവേഴ്സിറ്റി 25ാം സ്ഥാനത്തെത്തിയിരുന്നു. പിന്നാലെ പട്ടികയിലെ ഏറ്റവും മികച്ച കനേഡിയൻ സർവകലാശാലയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1827 സ്ഥാപിതമായ ഈ യൂണിവേഴ്സിറ്റി വിപുലമായ സൗകര്യങ്ങൾക്ക് പേരുകേട്ട ഒരു പൊതുഗവേഷണ സർവകലാശാലയാണ്. വിദ്യാർത്ഥികൾക്ക് 700-ലധികം അക്കാദമിക് പ്രോഗ്രാമുകൾക്കിടെ തിരഞ്ഞെടുക്കാനും രാജ്യത്തെ ഏറ്റവും വലിയ അക്കാദമിക് ലൈബ്രറിയിലേക്ക് പ്രവേശനം നേടാനും കഴിയും. ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 11 കോളേജുകളും 3 ക്യാമ്പസുകളുമുണ്ട്. ഏറ്റവും പഴയത് ടൊറന്റോ ഡൗൺ ടൗണിലും 2 സാറ്റലൈറ്റ് ക്യാമ്പസുകൾ മിനിഗാസയിലും സ്കാർബറോയിലുമാണുള്ളത്. മോൺട്രിയലിൽ സ്ഥിതി ചെയ്യുന്ന മക്ഗിൽ സർവകലാശാലയും രാജ്യത്തെ മികച്ച റാങ്കുള്ള സർവകലാശാലകളിൽ ഉൾപ്പെടുന്നുണ്ട്. നിരവധി ഫാക്കൽറ്റികൾ, സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയിലൂടെ യൂണിവേഴ്സിറ്റി നിലവിൽ 1200 പ്രോഗ്രാമുകളും യൂണിവേഴ്സിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ കോളേജിലെ ആർട്സ് വിഭാഗത്തിൽ പഠിക്കാൻ കുറഞ്ഞത് 39,26,696 രൂപ വേണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 59,23,387 ലക്ഷം രൂപയാണ് കൊമേഴ്സ് വിഭാഗത്തിൽ ആവശ്യമായി വരുന്നത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 55,41,849 രൂപയാണ് ഒരു വിദ്യാർത്ഥി ചെലവഴിക്കേണ്ടി വരിക. 1908 സ്ഥാപിതമായ ഇത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഏറ്റവും പഴയ സർവകലാശാലയാണ്. വൈവിധ്യമാർന്ന അക്കാദമിക് പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 39,42,726 രൂപയാണ് ആർട്സ് വിഭാഗത്തിലെ കോഴ്സുകൾക്ക് ഒരു വിദ്യാർത്ഥി ഈ കോളേജിൽ നൽകേണ്ടത്. 51,00,000-ലധികം രൂപയാണ് കൊമേഴ്സ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. 50,65,046 രൂപ തുകയടിച്ചാൽ ഈ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരാൻ സാധിക്കും. ഇക്കോണമിക് ഇന്റലിജൻസ് യൂണിറ്റ് റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ആദ്യം വാൻകൂവർ ലോകത്തിലെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. അതിനാൽ ഇവിടെ താമസിച്ച് പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യത്തിന് അധികമായി തുക നൽകേണ്ടി വരും. അതിനാൽ വിദ്യാർത്ഥികൾ അതുകൂടി കണക്കിലെടുത്ത് വേണം തുക കണ്ടെത്തേണ്ടത്. വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു കോളേജാണ് ആൽബർട്ട സർവകലാശാല. 2024 QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആൽബർട്ട യൂണിവേഴ്സിറ്റി മികച്ച 100-ൽ ഇടം നേടിയിട്ടുണ്ട്. എഡ്മണ്ടനിലെ 3 ക്യാമ്പസുകൾ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ തിരഞ്ഞെടുക്കാൻ 200-ലധികം ബിരുദ പ്രോഗ്രാമുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 28,37,947 രൂപയാണ് ആർട്സ് വിഭാഗത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ചെലവഴിക്കേണ്ടി വരിക. 33,66,998 രൂപയാണ് കൊമേഴ്സ് വിഭാഗത്തിൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഈ കോളേജിൽ ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടത്. 37,99,094 ലക്ഷം രൂപയാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ കോളേജിൽ ആവശ്യമായി വരിക. മാനിറ്റോബ സർവകലാശാല, സസ്കാച്ചവൻ സർവകലാശാല, ഡെൽഹൌസി യൂണിവേഴ്സിറ്റി, വാട്ടർലൂ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളെല്ലാം കാനഡയിലെ നല്ല യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പഠനം പൂർത്തിയാക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ജോലി ലഭിക്കുന്നു എന്നതും കാനഡയുടെ പ്രത്യേകതയാണ്. ബിരുദധാരികളിൽ 80% പേർക്കും പഠനം കഴിഞ്ഞ് 6 മാസത്തിനകം തന്നെ ജോലി ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരാശരാകേണ്ടി വരില്ല. അതോടൊപ്പം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠനത്തിനെത്തുന്നത് വഴി ലഭിക്കുന്ന സാമ്പത്തികം മാത്രമല്ല, മാനവ വിഭവശേഷിയും കാനഡയ്ക്ക് ആവശ്യമുണ്ട്. ആരോഗ്യം, സേവനം, ഗതാഗതം, ഉൽപാദനം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ന് വിദേശ രാജ്യക്കാർ ഇവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗം പേർക്കും പ്രായമാകുന്നതും വെല്ലുവിളിയാകുമ്പോൾ മറ്റു രാജ്യക്കാർ അവിടെ ഉണ്ടാവേണ്ടത് കാനഡയുടെ കൂടി ആവശ്യമാണ്.